ിലെ ചെറുതേനീച്ച കോളനികളിലെ തേൻ ഏപ്രിൽ മാസം എടുക്കുന്ന അവസരത്തിൽ കൂടുകളിൽ റാണിമുട്ടയുണ്ടെങ്കിൽ കൂടുകൾ ഡിവിഷൻ ചെയ്യുകയും ചെയ്യാം. ഇതിനു മുൻപായി കാലി ബോക്സുകൾ മേടിച്ച് പുറംഭാഗം പെയിന്റ് ചെയ്തു വെക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് എല്ലാം തേക്ക് തടിയുടെ ബോക്സുകളാണ് കിട്ടിയിരുന്നത്. തേക്ക് തടിയുടെ ബോക്സുകൾ കുറച്ച് വില കൂടുതലും ആണ്. തേക്ക് തടിക്ക് നല്ല മണമുള്ളതുകൊണ്ട് ചെറുതേനീച്ചകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും ഈ ബോക്സാണ്. കൂടാതെ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ പ്രാവശ്യം കിട്ടിയത് മരുത് തടിയുടെ ബോക്സാണ്. വനപ്രദേശങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു മരമാണ് മരുത്. തേക്ക് തടിയുടെ ബോക്സിനേക്കാൾ കുറച്ച് വിലക്കുറവും ഉണ്ട്. ഏത് തടിയുടെ ബോക്സ് ആയാലും തേനീച്ചക്കൂടുകൾ വെളിയിലിരിക്കുന്നത് കൊണ്ട് ഈർപ്പവും ചൂടുമൊക്കെ കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുവാൻ ഇടവരും. ഇതിനെ പ്രതിരോധിക്കുവാനായി പുതിയ ബോക്സുകളുടെ പുറമെ പെയിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ള കളറിലുള്ള പെയിന്റാണ് ഉത്തമം. ഒരു പരിധിവരെ കോളനിക്കുള്ളിലേക്ക് ചൂട് പോകാതിരിക്കുവാനും സഹായിക്കുന്നു. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.